വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പൊ ഇന്ന് ഡേ 2 ഓഫ് 30 days ചലഞ്ച് ആണ്. ഇന്നലത്തെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നൊരു 4 o'clock ആകുമ്പോഴേക്കും മോർണിംഗ് എണീറ്റു. നമ്മുടെ ബേബീസ് എണീറ്റായിരുന്നു. അപ്പൊ പാല് കൊടുത്ത് അവരെ വീണ്ടും ഉറക്കി. ആഫ്റ്റർ 1 day ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മള് വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. 84.7 ആണ് വന്നേക്കുന്നത്. നമ്മൾ ഇനി ഡെയിലി വെയിറ്റ് ചെക്കിംഗ് ഒന്നും ഉണ്ടായിന്ന് വരില്ല. ഇന്ന് നേരത്തെ തന്നെ നമ്മുടെ ഹെച്ചും എണീറ്റിട്ടുണ്ട്. എണീക്കുമ്പോ തന്നെ നല്ല കളിഞ്ചിരിയായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ആ ദിവസം ആണെങ്കിൽ നല്ല ഉറക്കത്തിലും ആയിരുന്നു. നമ്മുടെ അടുത്ത സെക്ഷൻ ഓഫ് പാലിന്റെ ടൈം ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബേബിന്റെ ഹെയർ ക്ലിപ്പ്? ആ ഭംഗിയുണ്ടോ ചേച്ചി? ആ ഭംഗിയുണ്ടാ. ആ ഇപ്പൊ രാവിലെ 11 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ ബേബീസ് വീണ്ടും പാല് കുടിച്ച് നല്ല ഉറക്കത്തിലായിട്ടുണ്ട്. ഈ ടൈമിലാണ് എന്റെ ലഞ്ച് കുക്കിങ്ങും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമും. ഇന്ന് നല്ല സണ്ണിയാട്ടോ. സൺകിസ്ഡ്. ഇത് നോർമലി ഫിഷ് ജസ്റ്റ് ഒന്ന് സോട്ട് അല്ല ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാരറ്റ്. ഇത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ മോസ്റ്റ്ലി കഴിച്ചിട്ടുള്ളൊരു വെജിറ്റബിൾസ് ആണ്. എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു, ജസ്റ്റേഷൻ ഡയബറ്റിക്സ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കൂടുതൽ കഴിച്ചേക്കുന്ന ഫുഡായിരുന്നു. എനിക്ക് ബ്രോക്കോളിന്ന് ആദ്യം തീരെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര, അന്ന് ആ ടൈമിൽ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയതാണ്. ഈ ഒരു കോംബോ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫ്രൈയിൽ തന്നെ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയിലാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്യുക. അതും കുറേ ഒന്നും യൂസ് ചെയ്യില്ല. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ ഒരു സംഭവം, ഈ വെജിറ്റബിൾസ് ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതാണ് ഇന്നത്തെ ലഞ്ച് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മിജോ വിളിച്ചപ്പോൾ മിജോ പറഞ്ഞു മിജോനെ തന്നെ മതി എന്നുള്ളത്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ കുറേ ഇതാക്കേണ്ട ആവശ്യമില്ല. ബേബീസ് എണീക്കുമ്പോഴേക്കും നമുക്ക് ഫിഷ് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഫിഷ്, ടിലാപ്പിയ ഫില്ലറ്റ്. ഫ്രോസൺ ഫിഷുകളാണ്. ഇതുണ്ടോ ടിലാപ്പിയ ഫില്ലറ്റ്. അപ്പോൾ ഈ ഒരു ഫിഷാണ് ഒരാൾക്ക് എടുക്കുക. ഈ ഒരു ഫിഷും പിന്നെ വെജിറ്റബിൾസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് ഫില്ലാവും. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഫിഷ് സോട്ട് ചെയ്തെടുക്കാറ്. സോട്ടല്ല, ഫ്രൈ ചെയ്തെടുക്കാറ്. ഇത്തിരി ഉള്ളിവോളി യൂസ് ചെയ്യും. പിന്നെ അതിൽ നിന്ന് ഇറങ്ങണ ഇത്തിരി വെള്ളം ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് അതിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വരും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ സൈഡിൻ്റെ അവിടേക്ക് നമുക്ക് ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ്. ബേബീസ് കിടന്നുറങ്ങും നേരം കൂടി ഇല്ലെങ്കിൽ എനിക്ക് പനി. അങ്ങനെ നമ്മുടെ ഫിഷ് രണ്ടും സെറ്റായി. ഇനി ആ പാനിലേക്ക് തന്നെ എൻ്റെ ബാക്കി വെജിറ്റബിൾസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വെജീസും ഫിഷും കൂടിയിട്ടുള്ളത്. ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി കുരുമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അധികമില്ല, എനിക്ക് ഓവറായിട്ട് കുരുമുളകിൻ്റെ കുത്ത് ഇഷ്ടമല്ല. ഇത്തിരി ഇങ്ങനെ കുരുമുളക് കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിഷ് ഇങ്ങനെ ഷ്രെഡഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഒരെണ്ണം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ ഫിഷ് ബൗൾ സെറ്റാണ്. ഫിഷ് വിത്ത് വെജിറ്റബിൾസ്. ഇത് ഷ്രെഡഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ്. സെയിം ഫിഷ് തന്നെ, അതൊന്ന് ഷ്രെഡ് ചെയ്തുള്ളൂ അതിനും പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ലഞ്ചിനുള്ളത്. മിജോന് ഇത്തിരി ഡയറ്റിലേക്ക് പോയിക്കോട്ടെ, നല്ലതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയുണ്ട് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓട്സ് ആണ്, ഓവർനൈറ്റ് ഓട്സ്. അതിലേക്ക് ഇത്തിരി സ്ട്രോബെറീസ് ഇട്ടിട്ടുണ്ട്, ഇത്തിരി ഭംഗിക്കും. ഒന്നാമത് നല്ല ചൂടാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഇത് അത്യാവശ്യം തണുത്തതാണ്. വിശപ്പും ഉണ്ടായിരുന്നു. വിശപ്പ് പക്ഷേ ഇന്നലത്തേക്കാളും കമ്പാരിറ്റീവ്ലി നല്ല കുറവാട്ടോ.
എനിക്ക് ഇത്രയും നേരമായിട്ട് ഞാൻ കുക്ക് ചെയ്തിപ്പോൾ 11:45 ഇന്നലെ 11:30 ആവണേക്കാട്ട് മുന്നേ എങ്ങനെയെങ്കിലും 11 മണി ആയാൽ മതി എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അത്രയ്ക്ക് ക്രേവിങ്സോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇത് കഴിച്ചപ്പോൾ ഒരാശ്വാസമുണ്ട്. ഹലോ, ഇപ്പം മെയിൻലി പറയാൻ കാരണം ചിയ സീഡ്സ് എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ കഷ്ടപ്പെട്ടിട്ട് കുടിക്കണവരുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം സോക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് കുടിക്കാനായിട്ട് അത് ഭയങ്കര ഒരു ചൊവ്വ, അത് തന്നെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിയ സീഡ് കഴിക്കാനായിട്ട്. പക്ഷേ ഇതിലിട്ട് കഴിക്കുമ്പോൾ ഇതിൽ ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ആ ഒരു സ്പൂൺ അത്യാവശ്യം നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കുതിർന്ന് വരില്ലേ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ്, ആ ഒരു ചൊവ ഇല്ല ഇതിന്. ഇത് നല്ലൊരു സംഭവം. ചിയ സീഡ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. എന്തിനാണ് കരയണത്? എന്തിനാണ് അപ്പോഴേക്ക് സങ്കടം? അമ്മയുടെ സുന്ദരി നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ ലഞ്ച് എങ്ങനെയുണ്ട് മിജു? നേരില്ല എങ്ങടെ പോണേ? സർപ്രൈസാ? എന്തിട്ട് സർപ്രൈസ്? മിജ കാര്യത്തിലാണോ? ഏയ്, നീ എന്താ ഫ്രണ്ടിനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട്?